ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വാ മോളെ. ഗിരി, അല്ല കടയിൽ പോകണ്ടായോ? അവിടെ എവിടെയും ചുറ്റിയടിച്ച് നടക്കാതെ കടയിൽ പോയി 10 കച്ചവടം നടത്താൻ നോക്ക്. എത്ര നാളായി ഞാൻ എന്റെ കരിനീലിക്കാവ് കണ്ടിട്ട്. ഇവിടുത്തെ ശുദ്ധമായി ഒന്ന് ശ്വസിച്ചിട്ട്. എത്ര പട്ടണത്തിൽ കഴിഞ്ഞാലും നമ്മുടെ ഈ നാട്ടില് താമസിക്കുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതൊരിക്കലും കിട്ടില്ല. എനിക്ക് അത്രയ്ക്കിഷ്ടം നമ്മുടെ നാട്. എനിക്കും ഒരുപാട് ഇഷ്ടാ. നമുക്ക് ഇവിടുന്ന് എവിടേക്കും മാറി താമസിക്കാൻ പറ്റില്ല, അല്ലേ ഗിരിയേട്ടാ? ഇല്ല, ഒരിക്കലും പറ്റില്ല. നമുക്ക് ഇവിടെ തന്നെ ജീവിച്ച് മരിക്കണം. വെറുതെ അങ്ങ് ജീവിച്ച് മരിച്ചാ മതിയോ? പിന്നെ ഒരു കുടുംബവും കുട്ടികളൊക്കെ വേണ്ടേ? വേണം. പക്ഷേ നമ്മുടെ ഈ കരിനീലിക്കാവിനെ സ്നേഹിക്കുന്ന, ഇവിടെ ജീവിക്കാൻ തയ്യാറുള്ള ഒരാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. ഈ നാട്ടിൽ തന്നെ ഉള്ള ആളാണെങ്കിലോ? അത്രയും സന്തോഷം. അതെന്താ കയ്യില്? അത് പാറുവിന് തരാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചൊരു സാധന. കൊള്ളാലോ. എന്താ അത്? നോക്കട്ടെ. പാറുവിന് ഒരുപാട് ഇഷ്ടമുള്ള സാധന. ഇപ്പൊ പഠിച്ച് വലിയ ഡോക്ടറായ സ്ഥിതിക്ക് ഇഷ്ടാവോന്നറിയില്ല. ഞാനൊന്ന് നോക്കട്ടെ. നോക്കട്ടെ നോക്കട്ടെ. ഹായ്. അയ്യോ, തേന്നില്ലിക്ക. ഇതാണോ എനിക്ക് ഇഷ്ടാവില്ല എന്ന് പറഞ്ഞ? ഇതെന്റെ ജീവനല്ലേ. യു ആർ സോ സ്വീറ്റ്. ചേച്ചി, ഒരു 5 ഉഴുന്ന് വട കൂടി വേണേ. എടി, തിന്നത് മതി. ഇപ്പൊ തന്നെ ഇന്റർവെല്ലിന് കഴിഞ്ഞ് ക്ലാസ് തുടങ്ങി കാണും. തുടങ്ങുന്നുണ്ടെങ്കിൽ തുടങ്ങട്ടെ. ചൂട് ഉഴുന്ന് വട കണ്ട എങ്ങനെയാ തിന്നാതിരിക്കുന്നേ? ഇത് കഴിച്ചിട്ട് പോ. ഗിരിയേട്ടാ, ഗിരിയേട്ടാ, ഗിരിയേട്ടാ. ചേട്ടൻ ഇതെന്തു പറ്റി? ഞാൻ വിളിച്ച ചേട്ടൻ കേട്ടില്ലേ? പാർവതി ചേച്ചിയെ കണ്ടപ്പോ ചേട്ടന് കണ്ണു കാണാതായോ? നീ വിളിച്ചത് ചേട്ടൻ കേട്ടില്ലേ? ആ അമ്മേ, അച്ഛാ. മോളെ, അച്ഛാ, ഞാൻ മോക്ക് വണ്ടി അയച്ചിരുന്നു. അതമ്മാവ പാറുവിന് ബൈക്കിൽ വരണമെന്ന് പറഞ്ഞു. അതാ ഞാൻ. അല്ല, നീ എങ്ങനെ കൃത്യസമയത്ത് അവിടെ എത്തി? അത് പിന്നെ അമ്മാവ, എനിക്കൊരു പാർസൽ എടുക്കാനുണ്ടായിരുന്നു. അപ്പോ അപ്രതീക്ഷിതമായിട്ട് പാറുവിനെ കണ്ടതാ. ഓ, നീ അതവിടെ വെച്ചേക്ക്. മണി എടുത്തോളൂ. മണി. ഓ, വാ മോളെ. നിക്കേ. ഭാഗ്യം, നീ പോയി ആരതി കൊണ്ടുവാ. മോള് പുറത്തുനിന്ന് വന്നല്ലേ? വല്ല കണ്ണീറോ ദൃഷ്ടിദോഷമൊക്കെ ഉണ്ടെങ്കിലേ അതങ്ങോട്ട് മാറട്ടെ. വാ മോളെ. ഗിരി, ഓ, അല്ല കടയിൽ പോകണ്ടായോ? അവിടെ എവിടെയും ചുറ്റിയടിച്ച് നടക്കാതെ കടയിൽ പോയി 10 കച്ചവടം നടത്താൻ നോക്ക്. എടാവേ, പെങ്ങന്മാര് 4. അതെപ്പോഴൊരു ഓർമ്മ വേണം.
ആ ഞാൻ ഇറങ്ങാമോ? ആ ഉം. ആ അപ്പച്ചോട് പറഞ്ഞേക്കണേ ഞാൻ പോയിന്ന്. ആ, ആ. ആ ടീച്ചറെ, എന്താ സർ? അല്ല അന്ന് ഞാനൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു, അതിന് മറുപടി കിട്ടിയില്ല. സാറെന്താ എന്നോട് ചോദിച്ചേ? രത്ന ടീച്ചർ മറന്നോ? അതെ, ടീച്ചർമാർക്ക് ഇത്ര മറവി പാടില്ല കേട്ടോ. ശരി ശരി, ഞാൻ പറയാം. ഞാനന്ന് ചോദിച്ചത് ടീച്ചർക്ക് എന്നെ ഇഷ്ടമാണോന്നാ. സാറിനെ ആർക്കാ ഇഷ്ടമല്ലാത്ത? സാറ് അടിപൊളി സാറല്ലേ. നിന്നോട് ആരാടാ ഉത്തരം പറയാൻ പറഞ്ഞേ? പോയിരിക്കടാ. സാറല്ലേ പറയാറ് നമുക്കറിയാവുന്ന കാര്യങ്ങൾക്ക് മണി പോലെ ഉത്തരം പറയണമെന്ന്. നീ ഇപ്പൊ മണി അടിക്കണ്ട, ഞാൻ ചോദ്യം ചോദിക്കുമ്പോ മണി അടിച്ചാ മതി. പിന്നെ അധ്യാപകർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി സംസാരിക്കുന്നതേ അത്രയ്ക്ക് നല്ല ശീലമല്ല കേട്ടോ. സാറ് കണ്ടിന്യൂ ചെയ്തോ. ഗുഡ് ബോയ്. സോറി ടീച്ചറെ, ഇടയ്ക്ക് അവൻ കയറി വന്നതുകൊണ്ടേ ആ ഫ്ലോ അങ്ങ് പോയി. പറ ടീച്ചറെ, ടീച്ചർക്ക് എന്നെ ഇഷ്ടമാണോ? ടീച്ചറെ ഒന്നിങ്ങോട്ട് വരോ, ഇതെന്താന്ന് പറഞ്ഞു തരോ? ഡൗട്ട് ചോദിക്കാൻ കണ്ട സമയം. ഇരിക്കും. ആ ഗിരി, മൊത്തം എത്രേ? 1225. നീ അതിന് ഇതൊന്നും കൂട്ടി നോക്കിയില്ലല്ലോ. ശശിയേട്ടാ, ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളെങ്കിലും കണക്കിന്റെ കാര്യത്തിൽ കീർത്തിയ. ഒരു നയാ പൈസയുടെ വ്യത്യാസം ഈ കണക്കിലുണ്ടാവില്ല. ആ വേണമെങ്കിൽ കൂട്ടി നോക്കിയോ. അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും കൂട്ടി നോക്കാതെ നീ എങ്ങനെ കൃത്യമായിട്ട് കണക്ക് പറയുന്നേ? ഞാനത് പലവട്ടം നിന്നോട് ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ഇത് മനക്കണക്കാ ശശിയേട്ടാ. കുറച്ചു കാലമായില്ലേ ഇവിടെ ഈ കച്ചവടം തുടങ്ങിയിട്ട്. എന്നും ഈ കണക്കൂട്ടലും കിഴിക്കലും ഒക്കെ തന്നെയല്ലേ ജോലി. ബുദ്ധിമാൻ. ജീവിക്കണ്ടേ. ശരി പോട്ടെ ഗിരി. ഗിരി, സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോ? ആ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, എടുത്തു കൊടുക്കണം. ആ നിക്ക്. അതെ, പൈസ തരാതെ സാധനം എടുക്കാൻ പറ്റില്ല കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു രീതി. അത് ഗിരി, പണം ഇപ്പൊ എന്റെ കയ്യിലില്ല. നാളെ കടയടയ്ക്കുന്നതിന് മുമ്പ് എല്ലാം ഞാൻ തീർത്തു തരാം. അപ്പൊ സാധനം ഓട്ടിരിക്കട്ടെ. നാളെ വൈകുന്നേരം വന്ന് പൈസ തന്നിട്ട് സാധനം എടുത്തോണ്ട് പോക്കോ. അയ്യോ അങ്ങനെ പറയല്ലേ ഗിരി, നാളെ എന്റെ അനിയത്തിയുടെ വിവാഹം ഉറപ്പിക്കൽ ചടങ്ങാണ്. കുറച്ചു പേർക്ക് സദ്യ കൊടുക്കണം, അതിനുള്ള സാധനങ്ങളാണിത്. ഇന്നിത് കിട്ടിയില്ലെങ്കിൽ എങ്ങനെ സദ്യവട്ടങ്ങൾ ഒരുക്കും? ക്ഷണിച്ച ആളുകൾക്ക് സദ്യ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനും എന്റെ കുടുംബവും ചെക്കന്റെ വീട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടുപോകും.